ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടായ റസ്മലായിയുടെ റെസിപ്പിയാണ്. പാൽപ്പൊടി കൊണ്ട് വളരെ സിമ്പിളായി നമുക്കിത് തയ്യാറാക്കാം. റസ്മലായി ഇഷ്ടമുള്ളവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാൽ അല്പമായി ചേർത്ത് കുഴച്ചെടുക്കണം. ചൂടൊന്നും ആക്കാത്ത നോർമൽ പാലാണ് ചേർക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ പാൽ ചേർക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റിനായി വെക്കണം. ഇനി ഒരു പാനിലേക്ക് 1.5 പാക്കറ്റ് പാലെടുക്കാം. 3 ഏലക്കായും കളറിന് വേണ്ടി ഒരൽപ്പം പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കാം. പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ക്രഷ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്, ബദാം, പിസ്തയുമാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മലായി റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇനി പഞ്ചസാര സിറപ്പ് തയ്യാറാക്കണം. അതിനായി പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര, 3 കപ്പ് വെള്ളം, 1 ഏലക്ക ഇത്രയും ഇട്ട് മിക്സാക്കി എടുക്കാം. പഞ്ചസാര സിറപ്പ് തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 2 സ്പൂൺ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇനി ഈ ബോൾസ് ഒരു പുഡിംഗ് ട്രേയിൽ നിരത്തി വെക്കാം. അതിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ച മലായി ഒഴിച്ചു കൊടുക്കാം. ഇതിന് തണുക്കാനായി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റസ്മലായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.